CSRൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് പാഠപുസ്തകങ്ങളുടെ കാവ്യവൽക്കരണവും മുസ്ലിം ഹിസ്റ്ററിയുടെ തമസ്കരണവും അല്ലെങ്കിൽ അതിൻ്റെ ഡിവൈഡുമാണ് എന്നോട് പറയാൻ ആവശ്യപ്പെട്ടത്. ആദ്യം തന്നെ നമുക്ക് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി, ചരിത്രങ്ങളും ചരിത്ര പാഠപുസ്തകങ്ങളുമൊക്കെ മാറ്റി എഴുതുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കാണുന്നത് അറിയാം. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ അല്ലെങ്കിൽ റീറൈറ്റിംഗ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകിച്ചൊരു സംഭവമല്ല. കാരണം ചരിത്ര രചനകളിൽ റീറൈറ്റിംഗ് എന്നുള്ളത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. 18-19 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ വന്ന കൊളോണിയൽ അധികാരികൾ ഇന്ത്യ ചരിത്രത്തെ കണ്ടത്, ഇന്ത്യ ചരിത്രത്തെ വായിച്ചത് കൊളോണിയൽ ഒരു ആസ്പെക്ട്സിലാണ് നമുക്കറിയാം. അതിനുശേഷം അത് ജെയിംസ് മില്ലും അതോടൊപ്പം തന്നെ ഇങ്ങനെ ധാരാളം ആളുകൾ അതിനെ വായിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് ആദ്യം ഓറിയൻ്റലിസം എന്നുള്ള രീതിയിലേക്കാണ് ഇന്ത്യൻ ചരിത്രരചന അവർ വായിച്ചത്. ജെയിംസ് മില്ലും വില്യം ജോൺസും അതുപോലെ എച്ച് ടി കോൾബ്രൂക്കുമൊക്കെ അത് നമുക്കറിയാം. അതിനുശേഷം പിന്നീട് ഇമ്പീരിയലിസ്റ്റ് പെർസെപ്ഷൻ നമുക്കറിയാം, ഒരു സാമ്രാജ്യത്വ ചരിത്രരചന ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അതിന് മറുപടിയായിട്ടാണ് ദേശീയ ചരിത്രകാരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ധാരാളം ചരിത്രകാരന്മാർ, R.C. മജുംദറും അതോടൊപ്പം തന്നെ ധാരാളം ആൾക്കാർ നമുക്കറിയാം. ഇങ്ങനെ ധാരാളം ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ ചരിത്രങ്ങൾ നടത്തിയിട്ടുണ്ട്. R.G. ഭണ്ഡാർക്കർ, R.C. മജുംദർ, ദാദാഭായ് നവറോജി, ഇങ്ങനെയുള്ള ധാരാളം ചരിത്ര രചനകൾ ഇന്ത്യയെ പറ്റി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം നമുക്കറിയാം പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ പുതിയ ചരിത്രരചനകൾ വന്നിട്ടുണ്ട്. പ്രധാനമായും കാംബ്രിഡ്ജ് സ്കൂൾ ചരിത്രകാരന്മാർ എന്നറിയപ്പെടുന്നത്, അവർ കുറച്ചുകൂടെ ആധികാരികമായി നേരത്തെ പറഞ്ഞ ഇമ്പീരിയലിസ്റ്റ് വ്യൂവിൽ നിന്നും മാറിക്കൊണ്ട് കുറച്ചുകൂടെ ഒരു പുതിയ രീതിയിൽ കാസ്റ്റ്, കമ്മ്യൂണിറ്റീസ്, ലൊക്കാലിറ്റീസ്, കണ്ടിന്യൂറ്റീസ് ബിറ്റ്വീൻ പ്രീ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ, ഇങ്ങനെയുള്ള സൂക്ഷ്മമായ ചരിത്രം വരുത്തിയവരാണ് കാംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ചരിത്രകാരന്മാർ. അതോടൊപ്പം അതിന് മറുപടിയായിക്കൊണ്ടുള്ള ധാരാളം ചരിത്രങ്ങൾ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയും സബേൾട്ടൺ ഹിസ്റ്റോറിയോഗ്രാഫിയും ഒക്കെ. ഇങ്ങനെ പറഞ്ഞു വരുന്നത് ചരിത്രരചനകൾ നിരന്തരമായി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ റീറൈറ്റിംഗ്, നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള പഠനങ്ങളും വിശകലനങ്ങളുമൊക്കെ ഓരോ ബേസിൽ നിന്ന് ഊന്നിക്കൊണ്ടാണെങ്കിൽ, ഇപ്പോൾ നടക്കുന്ന 1990 നടക്കുന്ന റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി, പ്രത്യേകിച്ച് പാഠപുസ്തകങ്ങളുടെ റീറൈറ്റിംഗ്, അതിന് നേരത്തെ ഉള്ള റീറൈറ്റിംഗുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ്. ചരിത്രത്തിൽ തന്നെ മായ്ച്ചു കളയുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഒഴിവാക്കുന്ന, പ്രത്യേകിച്ച് ഡെലിബറേറ്റ് ഡിലീറ്റ് എന്നുള്ള രീതിയിലേക്കാണ് പ്രത്യേകിച്ച് 90ക്ക് ശേഷമുള്ള സംഘപരിവാർ നേതൃത്വത്തിലുള്ള ചരിത്ര രചനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് NCERT ഉണ്ടായിരുന്നു. NCERT ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഒരു വോള്യം പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് പുതിയ സർക്കാരുകൾ 2002 വന്ന അല്ലെങ്കിൽ 98 വന്ന വാജ്പേയി സർക്കാർ മുതൽ ആ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതാക്കുകയും, എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ചരിത്രരചനയെ മായ്ച്ചു കളയുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള ചരിത്രരചന വരുന്നത് ഈ ഘട്ടത്തിലാണ്. നേരത്തെ നമുക്കറിയാം റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളത് ഒരു പ്രോസസ്സായി കണ്ടിരുന്നെങ്കിൽ, ഇപ്പോൾ അത് സംഭവിക്കുന്നത് ആ രൂപത്തിലുള്ള വിശകലനത്തിനപ്പുറത്തേക്ക് മൊത്തം റിമൂവ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ചരിത്ര രചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രസക്തി. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കാരണം റീറൈറ്റിംഗ് എന്നുള്ളത് എന്താണ് എന്നുള്ളത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ ഈ ടോപ്പിക് നമ്മൾ നേരത്തെ പറഞ്ഞ സാഫ്രണൈസേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് NCERT ടെക്സ്റ്റ് ബുക്സ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളുമൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്.
ഏറ്റവും നല്ല ഉദാഹരണം, അതിൽ കുറച്ച് പുസ്തകങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്, ബാക്കി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ റെഫറൻസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ വന്നിരിക്കുന്ന സോഴ്സുകളാണ്. ഒന്ന്, ദ സാഫ്രണൈസേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്ക്, എ സ്റ്റഡി ഓഫ് ദ എക്സ്റ്റെൻറ്റ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് BJP ടെക്സ്റ്റ് ബുക്ക് മാനിപ്പുലേഷൻ എന്ന പുസ്തകമുണ്ട്. അത് വാസ്റ്റർഫീൽഡ് എന്ന ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ഇത് എഴുതിയിരിക്കുന്നത്. മറ്റൊരു പുസ്തകമാണ് ദ ഹിന്ദുത്വ വ്യൂ ഓഫ് ഹിസ്റ്ററി, ഉമാ ചക്രവർത്തിയും കൂട്ടരും എഴുതിയ എഡിറ്റഡ് ബുക്കാണ്. ദീപ ഭാഗവും ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ദ ഹിന്ദുത്വ വ്യൂസ് ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകം. മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ചോസൺ ട്രോമ ആൻഡ് സഫ്രണൈസേഷൻ ഓഫ് ഇന്ത്യ, രാജ കൈസർ അഹമ്മദ് എഴുതിയ അല്ലെങ്കിൽ അവർ എഡിറ്റ് ചെയ്ത ബുക്കാണ് ചോസൺ ട്രോമ ആൻഡ് സഫ്രണൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം. മറ്റൊന്നാണ് ഓൺ സഫ്രണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, EPW വന്ന ഒരു ആർട്ടിക്കിളാണ്. ഹിരൺ ഗോഹെയിൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ഓൺ സഫ്രണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. മറ്റൊന്നാണ് കമ്മ്യൂണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ദ ഹിസ്റ്ററി ഓഫ് ടെക്സ്റ്റ് ബുക്സ് കോൺട്രവേഴ്സി എന്ന പുസ്തകം. ഇത് ഡൽഹി ഹിസ്റ്റോറിയൻസ് ഗ്രൂപ്പ്, പ്രത്യേകിച്ച് അലിഗഡ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് എഴുതിയ, ഡൽഹിയിലെ ചരിത്രകാരന്മാർ എഴുതിയ ഒരു എഡിറ്റഡ് വർക്കാണ് കമ്മ്യൂണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ദ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സ് കോൺട്രവേഴ്സി എന്ന പുസ്തകം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ധാരാളം ചരിത്രകാരന്മാരായ ഇർഫാൻ ഹബീബിനെ പോലുള്ള ആൾക്കാർ ദ റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ബൈ സംഘ് പരിവാർ എന്ന ഒരു ആർട്ടിക്കിൾ ഇർഫാൻ ഹബീബിൻ്റെത് വന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ NCERT കരിക്കുലത്തെ പറ്റി പഠിക്കുന്ന ഒരു പുസ്തകം അർജുൻ ദേവ് എന്ന് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് നേരത്തെയുള്ള മോഡേൺ ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ഒരാളാണ് അർജുൻ ദേവ്. അദ്ദേഹത്തിൻ്റെ ഒരു പഠനം വന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പഠനങ്ങൾ ഈ വിഷയത്തിൽ സഫ്രണൈസേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്സ് ഇൻ ഇന്ത്യ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് ചുരുക്കം. അത് നമുക്കൊരു പ്രധാനപ്പെട്ട രേഖയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് സംഘ് പരിവാർ ടെക്സ്റ്റ് ബുക്കിലേക്ക് കൈവെക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഒരു ജനതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ടെക്സ്റ്റ് ബുക്ക്. പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിദ്യാർത്ഥികൾ, വളരെ ചെറിയ വിദ്യാർത്ഥികൾ 5ാം ക്ലാസ് അല്ലെങ്കിൽ 5 മുതൽ 12 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അടിത്തറയിടുന്ന പഠനത്തിൻ്റെ അടിത്തറയിടുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ ചെറിയ കുട്ടികൾ പോലും നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് ഒരിക്കലും അത് നമ്മളാണ് തെറ്റെന്ന് പറയും. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത് ഒരു അടിസ്ഥാന രേഖയായിട്ടാണ് ഇന്ത്യൻ സമൂഹം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എല്ലാ കുട്ടികളും, ലോകത്ത് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇത് കാണുന്നത്. അതിൽ വരുന്ന മാറ്റങ്ങൾ അതിലെ ഭാവിയിൽ തന്നെ തീരുമാനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാം, 98 മുതൽ വന്ന NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് കാണുന്നത് BJPയുടെ ഹിന്ദു ദേശീയ വികാരം എന്ന ആശയം വ്യാപിപ്പിക്കാനാണ് ടെക്സ്റ്റ് ബുക്കുകൾ അവർ ഉപയോഗിച്ചത് കാണാൻ കഴിയും. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഏറ്റവും അടിസ്ഥാന തത്വം അതാണ്. അതുകൊണ്ട് തന്നെ അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ 98 ആരംഭിച്ച ഈ മാറ്റം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ 20 വർഷം 25 വർഷം കാണുമ്പോൾ ഇപ്പോൾ അന്ന് പഠിച്ച ടെക്സ്റ്റ് ബുക്കുകളിൽ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ യുവതലമുറ വളരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തുടർന്നുണ്ടാവുന്ന രാജ്യത്താകമാനം അതിനുശേഷം പുതിയ മാറ്റങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ അതിനെ തുടർന്ന് ആക്രമണങ്ങളുണ്ടായി. അതിനൊക്കെ സാക്ഷ്യം വഹിച്ചത് യഥാർത്ഥത്തിൽ ഈ ടെക്സ്റ്റ് ബുക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധികാരികമായ ഒന്നാണ് നമുക്ക് പറയാൻ കഴിയും. പ്രധാനമായിട്ടും NCERT ടെക്സ്റ്റ് ബുക്കുകളിലും മറ്റ് പാഠപുസ്തകങ്ങളും നമ്മൾ നോക്കുമ്പോൾ 3 തരത്തിലുള്ള ആശയങ്ങളാണ് ഇതിലൂടെ വ്യാപിച്ചത്. ഒന്ന്, ഹിന്ദു എക്സെപ്ഷണലിസം, ഹിന്ദുക്കളെ ഒഴിവാക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം എന്ന് പറയാം. രണ്ടാമത്തത് ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു രീതിയിലേക്ക്. 3, ഇന്ത്യൻ ദേശീയത, അതിദേശീയത. ഈ 3 ആശയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ പാഠങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ വ്യത്യസ്ത ടെക്സ്റ്റ് ബുക്കുകൾ, NCERT ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഹിന്ദു എക്സെപ്ഷണലിസം, അതോടൊപ്പം തന്നെ ഇസ്ലാമോഫോബിയ, മൂന്നാമത്തത് ഇന്ത്യൻ ദേശീയത. ഈ 3 രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യുവതയുടെ മേൽ ആധിപത്യം നേടാൻ, അതിൽ അടുത്ത തലമുറ ഹിന്ദുത്വ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലാനിങ് ആയിരുന്നു യഥാർത്ഥത്തിൽ 98 ആരംഭിച്ച ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കം നമുക്കറിയാം, നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ ചരിത്രം നോക്കുമ്പോൾ, പ്രത്യേകിച്ച് NCERT ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ, NCERT രൂപീകരിക്കുന്നത് 1961 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി രൂപീകരിക്കുന്നു. അന്ന് അറിയപ്പെടുന്ന ചരിത്രകാരന്മാരായിരുന്ന താരാചന്ദ്,
ഇർഫാൻ ഹബീബിൻ്റെ പിതാവായിരുന്ന മുഹമ്മദ് ഹബീബ്, അതോടൊപ്പം തന്നെ നീലകണ്ഠ ശാസ്ത്രി, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഹിസ്റ്റോറിയൻസ് ആയിരുന്നു ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ. അന്ന് MC ചഗ്ലയായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അവരെ നിയമിക്കുകയും അതിനടിസ്ഥാനത്തിൽ 1962 മുതൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ എഴുതണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധാരാളം, പ്രത്യേകിച്ച് 70കളിലൊക്കെ വന്ന ടെക്സ്റ്റ് ബുക്കുകൾ നമുക്കറിയാം. ആൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്നീ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വളരെ പ്രസിദ്ധമായ ടെക്സ്റ്റ് ബുക്കുകളാണ്. അതിൽ നല്ല കണ്ടൻറ്റുള്ള, യഥാർത്ഥത്തിൽ ഇന്ത്യൻ കൾച്ചറിനെ, പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിനെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ചരിത്രത്തെയും ഒക്കെ നന്നായി വിശകലനം ചെയ്യുന്ന ഈ 3 പുസ്തകങ്ങൾ, ആൻഷ്യൻ്റ് ഇന്ത്യ, പ്രത്യേകിച്ച് R. ശർമ്മ, റൊമില താപ്പർ, അർജുൻ ദേവ്, സതീഷ് ചന്ദ്ര, ഇങ്ങനെ ഇവരാണ് ഇത് എഴുതിയിരുന്നത്. അന്ന് പ്രത്യേകിച്ച് ഇവരൊക്കെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണെങ്കിൽ പോലും നല്ല ചരിത്ര പാഠം ഉൾക്കൊള്ളുന്ന ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു ഇതിനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ വന്നപ്പോൾ തന്നെ പ്രത്യേകിച്ച് അന്നത്തെ ജനത, പ്രത്യേകിച്ച് BJPയുടെ പഴയ ജനതാ പാർട്ടിയുമൊക്കെ ഉണ്ടായിരുന്നത് അന്ന് തന്നെ 1977 നമുക്കറിയാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരമേറ്റപ്പോൾ അന്ന് ആദ്യം ഇവരാവശ്യപ്പെട്ടത് ഈ ടെക്സ്റ്റ് ബുക്കുകൾ റീറൈറ്റ് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ നിരന്തരമായ അന്ന് തന്നെ ധാരാളം ചർച്ചകൾ വന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അവരാവശ്യപ്പെട്ടപ്പോൾ അതിന് പഠിക്കാൻ വേണ്ടി സമിതി നിയോഗിച്ചു. അന്ന് തന്നെ 1977-78 വർഷങ്ങളിൽ തന്നെ നമുക്കറിയാം ധാരാളം ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നിരുന്നു കാണാൻ കഴിയും. പക്ഷേ അന്ന് നമുക്കറിയാം, അന്നത്തെ ആൻഷ്യൻ്റ് ഇന്ത്യ, R. ശർമ്മ എഴുതിയ ആൻഷ്യൻ്റ് ഇന്ത്യ, അന്നത്തെ RSS നേതാവായിരുന്ന നാനാജി ദേശ്മുഖ് ഇത് പുതിയ പഠനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ തുടങ്ങിയിരുന്നു കാണാൻ കഴിയും. പക്ഷേ 90കളിലായിരുന്നു ഇത്തരം ടെക്സ്റ്റ് ബുക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു രീതി വന്നത്. അതിന് കാരണം നമുക്കറിയാം, 90കൾക്ക് ശേഷം ധാരാളം സംസ്ഥാനങ്ങളിൽ BJP ഗവൺമെൻറ് വരികയും ഇത്തരം സംസ്ഥാനങ്ങളിൽ അവർ തന്നെ നമുക്കറിയാം എഡ്യൂക്കേഷനിലെ കൺകറൻറ്റ് ലിസ്റ്റായിരുന്നു, സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് അവർ തന്നെ മാറ്റിയിരുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും 90കൾക്ക് ശേഷം. അത് 2002 പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് 98 വന്നതിന് ശേഷമാണ് അത് ദേശീയ അടിസ്ഥാനത്തിലേക്ക് വന്നതെന്ന് കാണാൻ കഴിയും ചെയ്യും. 90കൾക്ക് ശേഷം നമുക്ക് പ്രധാനമായിട്ടും നാല് മാറ്റങ്ങളാണ് നമുക്ക് 90കൾക്ക് ശേഷമുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാൻ കഴിയുന്നത്. ഒന്ന്, 2002 വരെ, പ്രത്യേകിച്ച് 2002 വരെയുള്ള ഒരു കാലഘട്ടം. അതിൽ കുറച്ച് കാലം വാജ്പേയി സർക്കാരും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം. 2002 മുതൽ 2004 വരെ നമുക്കറിയാം വാജ്പേയി സർക്കാർ, BJP ഗവൺമെൻറ് വന്ന കാലഘട്ടം. ഈ സമയത്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ NCF നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു ചരിത്രരചന വന്നത്. പക്ഷേ 2006 മുതൽ 2008 വരെ പിന്നീട് വീണ്ടും മൻമോഹൻ സിംഗ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അത്തരം മാറ്റങ്ങളെയൊക്കെ വീണ്ടും മാറ്റി എഴുതാൻ അവർ ശ്രമിച്ചു. പക്ഷേ 2014 വീണ്ടും അതിൻ്റെ മോദി സർക്കാർ വന്നതോടുകൂടി എന്ത് ചെയ്തു, വീണ്ടും സമൂലമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് 90കൾക്ക് ശേഷമുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള മാറ്റങ്ങൾ എന്നുള്ളത് ഏറ്റവും നല്ല ഒരു എക്സലൻറ്റ് സ്റ്റഡിക്ക് നല്ല സ്കോപ്പുണ്ട്. നമുക്ക് 90കൾക്ക് ശേഷമുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലെ മാറ്റം എന്നുള്ളത് റിസർച്ചുമായി ബന്ധപ്പെട്ട് തന്നെ നല്ല സ്കോപ്പുള്ള ഒരു വിഷയമാണ് നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായും ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ നേരത്തെ പറഞ്ഞു 4 തരത്തിലുള്ള ഹിന്ദുത്വ ആശയങ്ങളാണ് NCERT ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അവർ പ്രചരിപ്പിച്ചത്. ഒന്ന് ട്രിപ്രൈറ്റ് വ്യൂ ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, നേരത്തെ നമുക്ക് ധാരാളം സാമ്യതകൾ, കൊളോണിയൽ ചരിത്രകാരന്മാരും ഹിന്ദുത്വ ചരിത്രകാരന്മാരും തമ്മിൽ ധാരാളം സാമ്യതകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജെയിംസ് മില്ലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രത്തെ ഹിന്ദു പീരീഡ്, മുസ്ലിം പീരീഡ്, ബ്രിട്ടീഷ് പീരീഡ് എന്ന് ആക്കി മാറ്റി നമുക്കറിയാം. അതേ ആശയം തന്നെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ ചരിത്രകാരന്മാരും കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിപ്രൈറ്റ് വ്യൂ ഓഫ് ഹിസ്റ്ററി എന്നായിരുന്നു അവരുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പ്രധാനമായിട്ടും ഹിന്ദു കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം, ഇങ്ങനെ 3 തരത്തിലുള്ള ചരിത്ര പീരീഡുകളാണ് ഹിന്ദുത്വ ഹിസ്റ്റോറിയൻസും നമുക്ക് കാണാൻ അവരുടെയും ആശയങ്ങൾ. അതിൽ പറഞ്ഞത് അതിലേറ്റവും അവരുടെ പ്രധാനപ്പെട്ട വാദം മുസ്ലിം കാലഘട്ടത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളെ ധാരാളം എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ
രാജസ്ഥാനിൽ വന്ന പുസ്തകങ്ങൾ ഏർലി ഹിന്ദു പീരീഡ് വാസ് ആസ് കൺസിഡേർഡ് ആസ് ഗോൾഡൻ ഏജ്, സുവർണ്ണ കാലഘട്ടമായി പറയപ്പെടുന്നു. ഗുജറാത്തിലെ പുസ്തകങ്ങൾ പറയുന്നത് ആൻഷ്യൻ കാലഘട്ടം മോസ്റ്റ് ഗ്ലോറിയസ് ആൻഡ് പ്രോസ്പറസ് ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇങ്ങനെ ഹിന്ദു ആൻഷ്യൻ കാലഘട്ടത്തെ ഹിന്ദു കാലഘട്ടമാക്കി മാറ്റുകയും അതിനെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമാക്കുകയും ഏറ്റവും പ്രോസ്പറസ് കാലഘട്ടമാക്കി മാറ്റുകയും ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങനെ വ്യൂ അവർ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ 2002-04 NCERT ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നത് എല്ലാ സയൻറ്റിഫിക് ഡിസ്കവറീസും എന്താണ് വേദിക് സിവിലൈസേഷനുമായി അട്രിബ്യൂട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ധാരാളം പഠനങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ വ്യൂവിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വ ഹിസ്റ്റോറിയൻസ് 3 ഡിവിഷനായിട്ട് ഇന്ത്യൻ ചരിത്രത്തെ കാണുകയും അതിൽ തന്നെ ഹിന്ദു പീരീഡ് അല്ലെങ്കിൽ ആൻഷ്യൻ പീരീഡിനെ അവർ ഏറ്റവും ഗ്ലോറിയസ് പീരീഡായി കാണുകയും ചെയ്യുന്ന ഒരു ചരിത്രം അവർ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അവർ പ്രചരിപ്പിച്ചു. അതിനെതിരെ ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സുമിത് സർക്കാരിനെ പോലെയുള്ള ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ബിയോണ്ട് നാഷണലിസം ഫ്രെയിംസ്, പോസ്റ്റ് മോഡേണിസം, ഹിന്ദു ഫണ്ടമെന്റലിസം ആൻഡ് ഹിസ്റ്ററി ഓഫ് മിത്ത് എന്ന ഒരു ആർട്ടിക്കിൾ. ഇതിനെപ്പറ്റി ഈ ഒരു ട്രിപ്രൈറ്റ് വ്യൂ ഓഫ് ഹിസ്റ്ററിയെ പറ്റി ശക്തമായി വിമർശിക്കുന്ന ഒരു പഠനമാണ് സുമിത് സർക്കാരിൻ്റെ പഠനം. രണ്ടാമത്തെ അവരുടെ ആശയമായിരുന്നു ഹിസ്റ്ററി ഹാസ് ബീൻ റോങ്ഡ്. അവർ പറഞ്ഞ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് അവർ വരാൻ കാരണം ഇതുവരെ എഴുതപ്പെട്ട ചരിത്രങ്ങളൊക്കെ തെറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്സ് എല്ലാം തെറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഹിന്ദു പീരീഡിനെയും ഹിന്ദുക്കളെയും അവമതിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. കുത്തബ് മിനാർ യഥാർത്ഥത്തിൽ അലാവുദ്ദീൻ ഖൽജിയോ അല്ലെങ്കിൽ ഇൽത്തുമിഷോ ഉണ്ടാക്കിയതല്ല, മറിച്ച് എന്താണ് അത് സമുദ്രഗുപ്തയുടെ കാലത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അലാവുദ്ദീൻ ഖൽജിയുടെ കാലത്ത് 50% ലാൻഡ് ടാക്സ് കൊടുക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് അവർ എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ ജോഹറും സതിയും ഒക്കെ അനുഷ്ഠിക്കാനുള്ള കാരണം അത് മുസ്ലിങ്ങളുടെ ബ്രുട്ടാലിറ്റി ആയിരുന്നു, ക്രൂരതയായിരുന്നു. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ പേടിച്ചിട്ടായിരുന്നു അവർ സതിയും ജോഹർ എന്നാൽ രജപുത്രന്മാരുടെ സതി പോലെയുള്ള ഒരു ആചാരമാണ് ജോഹർ. ഇതൊക്കെ ആചരിച്ച് അതൊക്കെ ചെയ്തിരുന്നത് മുസ്ലിങ്ങളെ പേടിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തം ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന ചരിത്രരചന പഴയ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരെന്ത് ചെയ്തത് ചരിത്രം അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് റീറൈറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വാദം ഹിസ്റ്ററി ഹാസ് ബീൻ റോങ്ഡ്, അത് മൊത്തം തെറ്റായിട്ടാണ്, അതുകൊണ്ട് തന്നെ അതിനെ റീറൈറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് നമുക്കറിയാം. ഇങ്ങനെ തെറ്റായ രീതിയിലാണ് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതുകൊണ്ട് സെക്കുലർ ഹിസ്റ്റോറിയൻസ് എന്ന് അടിക്കുന്ന ആൾക്കാർ മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന മുഗൾ കാലഘട്ടത്തെ പർവ്വതീകരിക്കുന്ന ചരിത്രരചനകളാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ചരിത്രരചന മാറ്റി എഴുതുകയും ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ അവരുടെ ആശയം. മൂന്നാമത്തത് ദ മിത്തിക്കൽ കൗ. നമുക്കറിയാം, കൗ പശുവിനുമായി ബന്ധപ്പെട്ട അതിനെ ഏറ്റവും നന്നാക്കാനുള്ള അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങളും അതിലെ പശു ഏറ്റവും അതിനെ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമായി കാണുന്ന ഒരു രീതിയിലേക്കാണ് അവർ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട് 2000 NCERT ടെക്സ്റ്റ് ബുക്കുകൾ എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നത് മഖൻലാൽ എന്ന ആളായിരുന്നു. മഖൻലാൽ, അതായത് BJP ടെക്സ്റ്റ് ബുക്കുകൾ ധാരാളം സംഭാവന നൽകിയ ആളാണ് ഈ മഖൻലാൽ. അദ്ദേഹത്തിൻ്റെ പുസ്തകം നമുക്കറിയാം. അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ മിത്തിക്കൽ കൗ അല്ലെങ്കിൽ ഈ പശുവുമായി ബന്ധപ്പെട്ട് അതിനെ ഏറ്റവും അതിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന രീതിയിലുള്ള പഠനങ്ങളാണ് വന്നതെന്ന് കാണാൻ കഴിയുമെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പശുവിനെ എങ്ങനെയാണ് ഹിന്ദു അല്ലെങ്കിൽ ഒരു മിത്തിക്കലാക്കി മാറ്റുകയും ഒരു ദൈവമാക്കി മാറ്റുന്ന രീതിയിലുള്ള പഠനങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും, മിത്തിക്കൽ കൗ എന്നുള്ളത്. അതിനെതിരെയും നമുക്കറിയാം ധാരാളം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് DN ചായയെ പോലുള്ള ആൾക്കാർ മഖൻലാലിൻ്റെ വാദങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളാണ് എഡ്യൂക്കേറ്റിംഗ് ടു കൺഫ്യൂസ് ആൻഡ് ഡിസ്റപ്റ്റ് ദ ഡിഫൈനിങ് ഓഫ് ഹിസ്റ്ററി ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന പുസ്തകം DN എഴുതിയിട്ടുണ്ട്. അപ്പം അതിനുമെതിരെ മഖൻലാൽ പറഞ്ഞിരിക്കുന്നത് DN ചാക്ക് വിദേശത്ത് നിന്ന് ധാരാളം സംഭാവനകൾ കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ധാരാളം പണം ലഭിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ അതിനോടാണ് അദ്ദേഹം ഇതിനൊക്കെ വിമർശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചും അങ്ങനെ പ്രചരണങ്ങൾ വന്നിട്ടുണ്ട് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മിത്തിക്കൽ കൗ എന്ന ആശയത്തെ
ടെക്സ്റ്റ് ബുക്കിലൂടെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് അവരുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് ഉണ്ടായിരുന്നത്. നാലാമത്തത് അവർ ടെക്സ്റ്റ് ബുക്കിലൂടെ ശ്രമിച്ചത് റവല്യൂഷണറീസ്. നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധാരാളം തീവ്ര ദേശീയവാദമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത്തരം ആൾക്കാരെ പർവ്വതീകരിക്കുക, അത്തരം ആൾക്കാരെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരികയും നെഹ്റു, ഗാന്ധി ഇങ്ങനെയുള്ള ആൾക്കാരെ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ചരിത്രരചനയും ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് റവല്യൂഷണറീസിന് അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് രാജസ്ഥാനിലെ 2016 രാജസ്ഥാനിൽ ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്കിൽ വിപ്ലവകാരികളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് രക്തം കൊണ്ട് രക്തം കൊണ്ട് അവരാണ് ഏറ്റവും മുഖ്യ പങ്ക് എന്നുള്ളതാണ് ചരിത്ര പുസ്തകത്തിൽ അവർ കാണുന്നത്. അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ നെഹ്റുവിനെയും ഗാന്ധിയെയും മായ്ച്ചു കളയുന്ന ചരിത്രവും ഇങ്ങനെ വിപ്ലവകാരികളെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ 4 രീതിയിലുള്ള അതോടെ സവർക്കറിനെ പുകഴ്ത്തുന്നുണ്ട്. സവർക്കറിനെ രാജസ്ഥാൻ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രേറ്റ് റവല്യൂഷണറി, ഗ്രേറ്റ് നാഷണലിസ്റ്റ് ആൻഡ് ഗ്രേറ്റ് ഓർഗനൈസർ എന്നിങ്ങനെയുള്ള പദങ്ങളാണ് സവർക്കറിനെ പറ്റി പറയുന്നത്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്ലൈറ്റ് വ്യൂ ഓഫ് ഹിസ്റ്ററി, അതുപോലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മൊത്തം ഇതുവരെ എഴുതിയത് തെറ്റായിരുന്നു, അതുകൊണ്ട് മാറ്റി എഴുതണം. മൂന്നാമത്തത് മിത്തിക്കൽ കൗ എന്ന ആശയത്തെ പ്രചരിപ്പിക്കാൻ. നാലാമത്തത് റവല്യൂഷണറീസിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ. ഇങ്ങനെ ഈ 4 വ്യൂവിൽ നിന്നുകൊണ്ടായിരുന്നു പ്രധാനമായും ടെക്സ്റ്റ് ബുക്കുകളുടെ കണ്ടന്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് ചുരുക്കം. ഇങ്ങനെ ഈ 4 ആശയങ്ങളായിരുന്നു ഹിന്ദുത്വ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. 98-ൽ BJP അധികാരത്തിലെത്തിയപ്പോൾ അതുവരെ ആദ്യം ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ അവർ NCF, നമുക്ക് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നതും അവർ രൂപീകരിച്ചു. നമുക്കറിയാം നേരത്തെ തന്നെ NCF രൂപീകരിച്ചു, 1972-ൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 86 NCF ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ NCFിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡെമോക്രാറ്റിക് വാല്യൂസ്, ജനാധിപത്യ മൂല്യങ്ങൾ, അതുപോലെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യനീതി, നാഷണൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ദേശീയോദ്ഗ്രഥനം, ഇങ്ങനെ അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഉപസംസ്കാരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന NCFിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. പക്ഷേ 2098-ൽ രൂപീകരിച്ച് 2000-ൽ പുറത്തിറങ്ങിയ NCFിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണൽ സ്പിരിറ്റ്, അങ്ങനെ ദേശീയമായ ഒരു വികാരം ഉണർത്തുന്ന കാര്യങ്ങൾ, യുവാക്കളിൽ ദേശാഭിമാനം വളർത്തുന്ന രീതി, ഹിന്ദു മതത്തെ അടിസ്ഥാനമാക്കിയുള്ള മത തത്വചിന്ത, ഇങ്ങനെയുള്ള രീതികളിലൂടെയായിരുന്നു യഥാർത്ഥത്തിൽ പുതിയ NCFിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന NCFിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിക്കൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കുകൾ സമൂഹത്തിലെ ഭൂരിഭാഗത്തെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടകൾ പ്രചരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ പ്രത്യേകിച്ച് മുസ്ലിം പ്രാതിനിധ്യത്തെ ചുരുക്കാനുമുള്ള ഒരു ബോധപൂർവമായ ശ്രമങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാൻ കഴിയുമെന്ന് ചുരുക്കം. ഇങ്ങനെ രീതിയായിരുന്നു ഉണ്ടായിരുന്നത് കാണാൻ കഴിയും. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം BJP അധികാരത്തിലെത്തിയപ്പോൾ 2002-ൽ അന്നത്തെ ICHR ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിരുന്നു KS ലാൽ എന്ന ആൾ. ഈ KS ലാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. അതിൻ്റെ ഒരു പുസ്തകമാണ് ഗ്രോത്ത് ഓഫ് മുസ്ലിം പോപ്പുലേഷൻ ഇൻ മിഡീവൽ ഇന്ത്യ ഫ്രം 1200 to 1500 എന്നുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഗ്രോത്ത് ഓഫ് മുസ്ലിം പോപ്പുലേഷൻ ഇൻ മിഡീവൽ ഇന്ത്യ ഫ്രം 1200 to 1500 എന്ന പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഹിന്ദു ജനസംഖ്യ പുസ്തകത്തിൽ ആധികാരികമായി പറയുകയാണ്, ഹിന്ദു ജനസംഖ്യ 190 മില്യണിൽ നിന്നും 120 മില്യണിലേക്ക് കുറഞ്ഞു. 190 മില്യണിൽ നിന്നും 120 മില്യണിലേക്ക് കുറഞ്ഞു. ഇത് അദ്ദേഹം പറയുന്നത് അന്ന് യഥാർത്ഥത്തിൽ യാതൊരു സെൻസസും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ സെൻസസ് ആരംഭിക്കുന്നത് 1890-ലാണ് സെൻസസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു മിഡീവൽ കാലഘട്ടത്തിലെ ജനസംഖ്യയെപ്പറ്റി യാതൊരു സെൻസസോ ആധികാരികമായ റിപ്പോർട്ടോ ഇല്ലാതെ അങ്ങോട്ട് പറയാണ്. അതോടൊപ്പം തന്നെ ആ കുറയാനുള്ള കാരണം മുഗൾ ഭരണാധികാരികൾ അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഭരണാധികാരികൾ 1900 സുൽത്താനേറ്റ് ഭരണാധികാരികളായിരുന്നു. അവരെന്ത് ചെയ്തു, ഹിന്ദുക്കളെയൊക്കെ കൊന്നൊടുക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഹിന്ദു ജനസംഖ്യ കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തട്ടിവിടലായിരുന്നു. ദർ ഇസ് നോ സെൻസസ്, ദർ ഇസ് നോ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ യാതൊരു തെളിവുമില്ലാതെ അത് അടിസ്ഥാന രേഖയായിക്കൊണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കുകളിൽ വന്നതെന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത് പിൽക്കാലത്ത് ഇത് RSSൻ്റെ ഔദ്യോഗിക രേഖയിൽ വരെ പരാമർശിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പരാമർശം KS ലാലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകമാണ് മുഗൾ ഹാരം. അതോടൊപ്പം തന്നെ വേറൊന്നാണ് ലെഗസി ഓഫ് മുസ്ലിം റൂൾ, വേറൊന്നാണ് മുസ്ലിം സ്ലേവ് സിസ്റ്റം. ഇങ്ങനെ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ പടർത്താനുള്ള പുസ്തകങ്ങളായിരുന്നു ഈ KS ലാലിൻ്റെ സംഭാവന. അദ്ദേഹമാണ് പുതിയ ICHR ചെയർമാൻ. പിന്നെ നമുക്കറിയാം അതിൻ്റെ ബാക്കി ഫലങ്ങൾ നമുക്കറിയാമല്ലോ. ഇങ്ങനെ രീതിയിലേക്കാണ്
ഈ ടെക്സ്റ്റ് ബുക്കുകൾ എഴുതാനുള്ള അടിസ്ഥാന ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിക്കൊണ്ടുള്ള അടിസ്ഥാനപരമായ രേഖകൾ കൊണ്ടുള്ള കളി ഉണ്ടായിരുന്നു നൃത്തം. ഇനി നമുക്ക് എന്തൊക്കെയാണ് NCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒരു ഉദാഹരണത്തിന് പിന്നെ അതുവരെ പറഞ്ഞത് നമുക്കറിയാം, ചരിത്രം 2002-2004 കാലത്ത് ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്കുകളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മൊത്തം ചരിത്ര വസ്തുതകളെ മൊത്തം വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് ധാരാളം ഫാക്ച്വൽ എറർ ഉള്ള ഒന്നായിരുന്നു അത്. ഈ 2002 മുതൽ 2004 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് NCERT ഇറക്കിയ ടെക്സ്റ്റ് ബുക്കുകളെ പറ്റി പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ പേരാണ് ഹിസ്റ്ററി ഇൻ ദ ന്യൂ NCERT ടെക്സ്റ്റ് ബുക്സ് എ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓഫ് എറർ എന്ന ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഒരു സംഘടന. പ്രത്യേകിച്ച് ഇന്നും നമുക്കറിയാം എല്ലാ ഡിസംബർ മാസങ്ങളിലും അതിൻ്റെ സമ്മേളനം നടക്കുന്നുണ്ട്, കോൺഫറൻസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ ഡിസംബറിൽ വാറങ്കലിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പഠനമായിരുന്നു ഈ ഒരു. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ് യോഗേഷ് സാൻജിയുടെ പുസ്തകമാണ് ഹിസ്റ്ററി റിവിസിറ്റഡ് ആൻഡ് റീറിട്ടൺ. ഈ 2 പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് NCERT BJP സർക്കാർ ഇറക്കിയ NCERT പുസ്തകങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്നത് ചരിത്ര വസ്തുക്കൾ മൊത്തം ഡിസ്റ്റോർട്ടഡ് ആയിരുന്നു, ധാരാളം അബദ്ധങ്ങൾ ഉൾക്കൊള്ളുന്ന ടെക്സ്റ്റുകളാണ് അതിലുണ്ടായിരുന്നത്. മൂന്നാമത്തത് പുവർ ലാംഗ്വേജ്, ഭാഷ വളരെ ദരിദ്രമായ ഒന്നിനും കൊള്ളാത്തൊരു ഭാഷയായിരുന്നു. അതുപോലെ ഒബ്സ്ക്യൂരിറ്റീസ്, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുള്ള ഒന്നായിട്ട് ഇതിനെപ്പറ്റിയുള്ള പഠനം നടത്തിയ ആധികാരികമായ രേഖ പറയുന്നു. അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു പഠനമാണ് ഇതിനുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനമാണ് ബസബി ഖാൻ ബാനർജി ആൻഡ് ജോർജ് സ്ട്രോബർ നടത്തിയ ഒരു പഠനമുണ്ട്. ഇൻ ലിവിങ് ഹാർമണി, കാസ്റ്റിസം, കമ്മ്യൂണലിസം ആൻഡ് റീജിയണലിസം ഇൻ ഇന്ത്യൻ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്, ഇൻഡെപ്ത് സ്റ്റഡി ബിറ്റ്വീൻ 1990 to 2040. 1990 മുതൽ 2014 വരെ ഇന്ത്യയിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നടത്തിയ പഠനമാണ് ഈ ഒരു പഠനം. അതിൽ നോക്കിയപ്പോഴാണ് ആ പഠനത്തിൽ പറയുന്നത് പിന്നെ ഈ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ കാസ്റ്റ്, കമ്മ്യൂണലിസം, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, അൺടച്ചബിലിറ്റി, റീജിയണലിസം ഇങ്ങനെയുള്ള ആശയങ്ങളെ ടെക്സ്റ്റ് ബുക്കുകളിൽ സംഘപരിവാർ അനുകൂലമായ രീതിയിലുള്ള ആശയങ്ങളാണ് കാണുന്നത്. ഉദാഹരണത്തിന് പിന്നെ 2002 NCERT ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ സയൻസ് പുസ്തകത്തിലുള്ള ഒരു പരാമർശം അതിലൊരു ചാപ്റ്റർ ഉള്ളത് റിവൈവലിസ്റ്റ് ടെൻഡൻസീസ് വിത്തിൻ ഹിന്ദുയിസം, റിലീജിയസ് അവൈക്കനിങ് അമംഗ് മുസ്ലിം. ഇങ്ങനെ ഹിന്ദു മുസ്ലിം അവരിലുള്ള ആശയങ്ങൾ മാത്രം കൊണ്ടുവരികയും, അതായത് സോഷ്യൽ റിഫോം അന്ന് 19ാം നൂറ്റാണ്ടിലുണ്ടായത് ഇന്ത്യയിലുണ്ടായത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളാണ്, സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനങ്ങളായിരുന്നു. അതിനൊക്കെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെ ഹിന്ദു അവൈക്കനിങ്, മുസ്ലിം അവൈക്കനിങ് ഈ രൂപത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുള്ള രീതിയിലാണ് ഇത് കാണാൻ കഴിയും. മറ്റൊന്നുള്ളത് കാസ്റ്റ്. നമുക്കറിയാം, കാസ്റ്റ് അവരെ എപ്പോഴും സങ്കീർണമാക്കുന്നതാണ് കാസ്റ്റിനെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിർവചിച്ചത് യഥാർത്ഥത്തിൽ കാസ്റ്റ് സിസ്റ്റം യഥാർത്ഥത്തിൽ ഒരിക്കലും വിവേചനം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് ഒരിക്കലും ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ എമംഗ് ദ കാസ്റ്റ്, യാതൊരു വിവേചനപരമായ ഒന്നും കാസ്റ്റ് സിസ്റ്റത്തിലൂടെ ഇല്ല. മറിച്ച് പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ് ഡിഫറൻസ്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലൂടെയാണ് കാസ്റ്റിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാസ്റ്റ് സിസ്റ്റത്തെ ന്യായീകരിക്കുന്ന ധാരാളം കമൻറ്റുകൾ നമുക്ക് ഈ NCERT ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുമെന്ന് ചുരുക്കം. അതോടൊപ്പം തന്നെ പിന്നെ ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റുകളെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയുമൊക്കെ അരാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഇങ്ങനെ നിലവിലുള്ള അവർ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ മറ്റൊരു വാദം കൊണ്ട് മറച്ചിടുകയും അത് ടെക്സ്റ്റ് ബുക്കിലൂടെ വളരെ വിദഗ്ധമായി പ്രചരിപ്പിക്കുകയും ചെയ്യുകയും, അതുകൊണ്ട് തന്നെ അത് പഠിച്ച് ഇറങ്ങുന്ന തലമുറ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയാണ് അവർ പറയുക എന്നർത്ഥം. ഇങ്ങനെ രീതിയിലേക്ക് വന്നു എന്ന് കാണാൻ കഴിയും. അതോടൊപ്പം നമുക്കറിയാം, വളരെ അടുത്ത് 2018 ഇറക്കിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാം 1334 ചേഞ്ചസ് വന്നു. അതിൽ തന്നെ 316 ചേഞ്ചസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലായിരുന്നു മാറ്റം കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2018 ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഏറ്റവും നല്ല ഉദാഹരണമാണ് മണി ആൻഡ് ക്രെഡിറ്റ് എന്നൊരു ടോപ്പിക് ഉണ്ട് സോഷ്യൽ സയൻസിൽ, മണി ആൻഡ് ക്രെഡിറ്റ്. അതിൽ ഈ നമ്മുടെ മോണിറ്റൈസേഷൻ വന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്
ക്യാഷ് റെഡ്യൂസ് ചെയ്യുന്നത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കൺട്രോൾ കറപ്ഷൻ, അത് അഴിമതി ഒക്കെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് എന്നാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പറയാം, അങ്ങനെ നിലവിലുള്ള ഡിമോണിറ്റൈസേഷനെ പോലും ന്യായീകരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടത് കാണാൻ കഴിയും. അതിനെതിരെ വാഷിങ്ടൺ പോസ്റ്റിലൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അതായത് അന്ന് നമുക്കറിയാം 2016 എന്ന് പറഞ്ഞാൽ വളരെ വിദൂരമല്ല നമുക്കറിയാം കാലഘട്ടം. ക്യാഷ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്താ പറയുക, അതിൽ ജനത അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെ ഒന്നും പറയാതെ തന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ മാത്രം പറയുന്ന രീതിയിലേക്ക് വന്നു എന്നൊക്കെ അറിയാം. അതോടൊപ്പം തന്നെ ഹ്യൂജ് ലോസ് ഓഫ് സ്മോൾ ബിസിനസ് അല്ലേ, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും പറയാതെ ഇതിനെ ഒരു കറപ്ഷനുമായി ബന്ധപ്പെട്ട് കറപ്ഷൻ കുറക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള മാത്രം പരാമർശങ്ങളായിരുന്നു ഉണ്ടായിരുന്ന അർത്ഥം. അതോട് എന്ന് പറഞ്ഞാൽ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളെ പൊതുജനത്തെ പാസിഫൈ ചെയ്യുന്ന രീതിയിലേക്ക്, അതായത് അവരെന്ത് ചെയ്യുന്നു, ഇത്തരം വലിയ വലിയ സാമൂഹ്യ ഇഷ്യൂസിനെ പോലും സമീകരിക്കുന്ന രൂപത്തിലേക്കുള്ള രീതിയിലായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു നടത്താൻ കാണാൻ കഴിയും. മറ്റൊന്നായിരുന്നു മൻ കി ബാത്ത് അല്ലെ, മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൻ കി ബാത്ത്. മൻ കി ബാത്തിനെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, മൻ കി ബാത്തിനെ പറ്റി പറയുന്നത്, രാജസ്ഥാനിൽ പറയുന്നത് യൂസ് ഓഫ് ടെക്നോളജിയെ പറ്റി പഠിക്കുന്ന ഒരു ഭാഗത്ത് മൻ കി ബാത്ത് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ മോഡേൺ ടെക്നോളജി ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉദാഹരണമായിട്ട് കാണുന്നത് മൻ കി ബാത്തിനെയാണ്. ഇങ്ങനെ അവരുടെ പദ്ധതികളെയൊക്കെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുമൊക്കെ മെല്ലെ മെല്ലെ കൊണ്ടുവരുന്ന പദ്ധതികളായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് ചുരുക്കം. 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഗംഗാ ശുദ്ധീകരണം അല്ലെ, ഗംഗയുടെ ശുദ്ധീകരിക്കുന്ന പഠനവുമൊക്കെ അതൊക്കെ അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ അന്നത്തെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ വന്നതായി കാണാൻ കഴിയുമെന്ന് ചുരുക്കം. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പദ്ധതികളെയൊക്കെ ഓരോന്നിനെയും ന്യായീകരിക്കുകയും ആ ന്യായീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുവന്നിരുന്നത് എന്ന് കാണാൻ കഴിയും. ഇനി രാജസ്ഥാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. രാജസ്ഥാനിൽ നമുക്കറിയാം, അന്നത്തെ 2015 രാജസ്ഥാനിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു വസുദേവ് ദേവനാനി. അദ്ദേഹം ഓർഡർ ഇട്ടത് ടു റീറൈറ്റ് ദ ഓൾ ടെക്സ്റ്റ് ബുക്ക് ഫ്രം 1 to 8, 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും റീറൈറ്റ് ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നിട്ട് അത് 165 അംഗ ഒരു ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി ഉണ്ടാക്കി. അവർ ഭൂരിഭാഗവും മുൻപരിചയമില്ലാത്തവർ, സംഘപരിവാർ അനുകൂലികൾ. സാധാരണ ഏത് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ചർച്ചയും കാര്യങ്ങളും 1 വർഷം എടുക്കും. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഇറങ്ങിയത് വെറും 3 മാസം കൊണ്ട് ഇറങ്ങി. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും, എന്നാൽ സാധാരണ ടെക്സ്റ്റ് ബുക്കുകൾ ഇറക്കുമ്പോൾ 1 വർഷം കൊണ്ടൊക്കെയാണ് അതിൻ്റെ പഠന പ്രവർത്തനമൊക്കെ പൂർത്തീകരിക്കുക. പക്ഷേ ഇത് 3 മാസം കൊണ്ട് പൂർത്തീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അതോടൊപ്പം അതിൽ പ്രത്യേകിച്ച് അവർ ശ്രമിച്ചത് മൈനോറിറ്റി ഐഡൻറ്റിറ്റിയെ മൊത്തമായും മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളായിരുന്നു ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലാണ്. ശാസ്ത്രത്തെ വിശദീകരിക്കുന്നത് ഇന്ത്യൻ മിത്തോളജിയിൽ നിന്നാണ്. ഇന്ത്യൻ മിത്തോളജിയും ശാസ്ത്രവും ഇങ്ങനെ അതൊക്കെ എത്ര ഉദാഹരണങ്ങൾ നമുക്കറിയാം, പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ശാസ്ത്രത്തെ മിത്തോളജിയുമായി കൂട്ടിക്കലർത്തി മൈനോറിറ്റി ഐഡൻറ്റിറ്റിയെ ഓരോന്നിനും മായ്ച്ചു കളയുന്ന, നമുക്കറിയാം ധാരാളം സിംബൽസുകൾ നമുക്കിപ്പോഴും ഇന്ത്യയിൽ കാണാൻ കഴിയും. അത്തരം സിംബൽസുകളൊക്കെ മായ്ച്ചു കളയുന്ന, അതിനെ ബോധപൂർവമായ രീതിയിലുള്ള കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ 3 മുതൽ 8ാം ക്ലാസ് വരെയുള്ള വേദിക് മാത്തമാറ്റിക്സിൽ പഠിക്കാൻ, വേദിക് മാത്തമാറ്റിക്സ് എന്നുള്ളത് 3 മുതൽ 8ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സുകളിലും വേദിക് മാത്തമാറ്റിക്സ് എന്ന ഒരു അതിനെ സംബന്ധിച്ച് ഒരു ചാപ്റ്ററെങ്കിലും ഉണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ദേശീയത കുത്തിവെക്കുന്നതിൽ പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ സൈന്യത്തെ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നു, ആംഡ് ഫോഴ്സിനെ റെസ്പെക്ട് ചെയ്യുകയും അൺക്വസ്റ്റ്യനിങ് റെക്കഗ്നൈസ് എന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സൈന്യത്തെ കുറച്ചുകൂടി ഏറ്റവും ആരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കുള്ള മാറ്റുന്നു. അങ്ങനെ ഇന്ത്യൻ ദേശീയ വികാരം അല്ലെങ്കിൽ ഹിന്ദു ദേശീയ വികാരം, സൈന്യം, ഇങ്ങനെയുള്ള കുറേ ആശയങ്ങളാൽ സമൃദ്ധമായിരുന്നു ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് കാണാൻ കഴിയും. മറ്റൊരു ഉദാഹരണമാണ് 2001 ഗോവയിൽ ആദ്യമായി BJP സർക്കാർ അധികാരത്തിൽ നിൽക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു മനോഹർ പരീക്കർ. അന്ന് ഗോവയിൽ വളരെ ചെറിയ രാജ്യമാണ്, നമുക്കറിയാം. 51 ഗവൺമെൻറ് സ്കൂളായിരുന്നു ഗോവയിൽ ഉണ്ടായിരുന്നത്. ഈ 51 ഗവൺമെൻറ് സ്കൂളുകളും വിദ്യാഭാരതി ട്രസ്റ്റിൻ്റെ കീഴിലാക്കി. യാതൊരു പ്രശ്നവുമില്ലാതെ 51 ഗവൺമെൻറ് സ്കൂളുകൾ വിദ്യാഭാരതി ട്രസ്റ്റിൻ്റെ കീഴിലാക്കി. വിദ്യാഭാരതി സ്കൂളുകളും സരസ്വതി
സ്കൂളുകളും ഒക്കെ എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അതിനെപ്പറ്റി പറയേണ്ടതില്ല. കാരണം അത് ധാരാളം ഇന്ത്യയിൽ തന്നെ ധാരാളം 10,000-ഓളം ഫോർമൽ സ്കൂളുകളും അതിനേക്കാൾ ഉപരി നോൺ ഫോർമൽ സ്കൂളുകളും ഒക്കെ ഇപ്പോഴും നമുക്ക് വിദ്യാഭാരതി, ശിശുമന്ദിർ, അതോടൊപ്പം തന്നെ സരസ്വതി ശിശു മന്ദിർ സ്കൂൾ കാണാൻ കഴിയും. ഇങ്ങനെ ഇത്തരം പുസ്തകങ്ങളിലൊക്കെ അത് പിന്നെ നമുക്ക് അവരുടേതാണെന്ന് വിചാരിക്കാം. പക്ഷെ അതിൽ പോലും അഗ്രസീവ് പാട്രിയോട്ടിസം, അതിലെ വിദ്യാഭാരതി സ്കൂളുകൾക്ക് ഇറക്കുന്ന ടെക്സ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയുമ്പോൾ അതിഭീകരമാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ഒരു ടോപ്പിക് NCERT മാത്രമാണ് ഞാൻ പറയാത്തത്. അതിഭീകരമാണ്. കാരണം എല്ലാ അർത്ഥത്തിലും മുസ്ലിം വിഭാഗത്തെയും മറ്റു വിഭാഗങ്ങളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മുസ്ലിം ഐഡന്റിറ്റിയെയും സിംബൽസും മുഗൾ സുൽത്താൻ ഭരണാധികാരികളൊക്കെ ഒന്നും പരാമർശിക്കാതെ രൂപത്തിലുള്ള രീതിയിലും അതോടൊപ്പം മുഗൾ കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ അനുഭവിച്ച യാതനകളും പ്രശ്നങ്ങളും ഒക്കെയാണ് വിദ്യാഭാരതി സ്കൂളൊക്കെ സിലബസ് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇങ്ങനെ ധാരാളം കാണും. അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ 8ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക്, അതിൽ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മിലിറ്റന്റ് നാഷണലിസം ഉണ്ടായിരുന്നു. അത് ഗുജറാത്തിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത. ഗുജറാത്ത് നമുക്കറിയാം പാകിസ്ഥാനോട് ബോർഡർ പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് പറയാം 3 ഭാഗവും ഒരു ഭാഗം മൊത്തം കടലാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കടലിലെ തീവ്രവാദം, അതുകൊണ്ട് തീവ്രവാദത്തെ പറ്റി പറയുന്നു, പാകിസ്ഥാനെ പറ്റി പറയുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അസോസിയേറ്റഡ് വിത്ത് പാകിസ്ഥാൻ, ടെററിസം, മുസ്ലിം, ഇങ്ങനെ രീതിയിലുള്ള പരാമർശങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറഞ്ഞാൽ കടൽ ഭാഗത്ത് നമുക്ക് ഇന്ത്യ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന വിഭാഗങ്ങളുണ്ട്. അത് പാകിസ്ഥാൻ എന്നുള്ളത് നമ്മുടെ അയൽരാജ്യമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, മുസ്ലിം വിഭാഗത്തെ തീവ്രവാദികളാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഗുജറാത്തിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുമെന്ന് കാണാൻ ചുരുക്കം. ഇത്തരത്തിലുള്ള ധാരാളം ഭാഗങ്ങളാണ് ഒന്നുള്ളത്. അതോടൊപ്പം നമുക്കറിയാം ഇപ്പോൾ നടക്കുന്നുണ്ട് ചരിത്ര മേഖലയിൽ നടക്കുന്ന പഠനമുണ്ട്, മിഡീവൽ ഇന്ത്യ. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജിയിലെ സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു പേപ്പറുണ്ട്, മിഡീവൽ ഇന്ത്യ എന്ന പേപ്പറുണ്ട്. ആ മിഡീവൽ ഇന്ത്യ പേപ്പറിൽ ആദ്യത്തെ ഒരു ചാപ്റ്റർ ഹിസ്റ്റോഗ്രാഫി ഓൺ മിഡീവൽ ഇന്ത്യ എന്ന പുസ്തകമാണ്. മിഡീവൽ ഇന്ത്യയെ പറ്റിയുള്ള ചരിത്ര പഠനങ്ങളാണ്. അതിൽ നാഷണലിസ്റ്റ് വ്യൂ ഉണ്ട്, കൊളോണിയലിസ്റ്റ് വ്യൂ ഉണ്ട്, സബൾട്ടൺ വ്യൂ ഉണ്ട്, മാർക്സിസ്റ്റ് വ്യൂ ഉണ്ട്. ഇങ്ങനെ മിഡീവൽ ഇന്ത്യയെ പറ്റി കൊളോണിയൽ വ്യൂസ് എന്തൊക്കെ പറഞ്ഞു, നാഷണലിസ്റ്റ് വ്യൂ എന്തൊക്കെ പറഞ്ഞു, മാർക്സിസ്റ്റ് വ്യൂ എന്തൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു ചാപ്റ്റർ മാത്രം ഫുള്ള് അതിലുണ്ട്. അതിൽ നമുക്ക് പറയാൻ കുറേയൊക്കെ നമുക്കറിയാം. മിഡീവൽ ഇന്ത്യയെ അത് നോക്കുമ്പോഴാണ് അതിലൊരു പുസ്തകമുണ്ട്, പേര് മറന്നു, ഹിസ്റ്റോറിയൻസ് ഓഫ് മുസ്ലിം ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്, എഡിറ്റഡ് വർക്ക്. അതിൽ പറയുന്ന ഒരു പുസ്തകം, കൊളോണിയൽ വ്യൂ എങ്ങനെയാണോ മിഡീവൽ ഇന്ത്യയെ കണ്ടത്, വളരെ മോശമായിട്ടാണ് കൊളോണിയൽ വ്യൂ കണ്ടത്. അതേ വ്യൂ തന്നെയാണ് സംഘപരിവാർ ചരിത്രകാരന്മാരും മിഡീവൽ ഇന്ത്യയെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ധാരാളം സാമ്യതകൾ കൊളോണിയൽ ചരിത്രകാരന്മാരും സംഘപരിവാർ ചരിത്രകാരന്മാരുടെയും ആശയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു പോയിന്റ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പോൾ 6ാം സെമസ്റ്റർ ചരിത്ര വിഭാഗത്തിൽ ഒരു പേപ്പറുണ്ട്. പേപ്പർ ഉള്ളത് മൾട്ടി കൾച്ചറൽ സിസ്റ്റം ആൻഡ് നാഷണൽ ഹെറിറ്റേജ് എന്ന ഒരു പേപ്പറാണ്. അതിൽ കുറേയൊക്കെ ഈ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ടാണ് ആ പുസ്തകം ഇറങ്ങിയത്. അതിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തെ പറ്റിയുള്ള ധാരാളം കഥകളും സംഭവങ്ങളുമൊക്കെ ഉള്ളതാണ്. എൻറ്റയർ ചാപ്റ്റർ 4 ചാപ്റ്ററും അതാണ്. എന്ന് പറഞ്ഞാൽ ബോധപൂർവമായ കേരളത്തിൽ നടക്കുന്ന ശ്രമങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു 6ാം സെമസ്റ്ററിലെ ഒരു പുസ്തകമാണ് മൾട്ടി കൾച്ചറൽ സിസ്റ്റം ആൻഡ് ഇന്ത്യൻ ഹെറിറ്റേജ് എന്ന പുസ്തകം. അതിൽ ഗാന്ധി ആൻഡ് 1857 റിവോൾട്ട്, ഗാന്ധി ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്, അത് ഗാന്ധി എങ്ങനെയാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കണ്ടത്, മുസ്ലിം ഹിന്ദു ഐക്യത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ സാംസ്കാരികമായ തരിശാപ്പള്ളി കോപ്പർ പ്ലേറ്റ്, മുച്ചുന്തി ഇൻസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള അതിൻ്റെ ഐക്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അംബേദ്കറിൻ്റെയും അമർത്യാസെൻ്റെയും ഒക്കെ മൾട്ടി കൾച്ചറലിസത്തെ പറ്റിയുള്ള പഠനങ്ങൾ, ഇങ്ങനെ പുതിയ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഹിന്ദു മുസ്ലിം യൂണിറ്റിയും അതിൻ്റെ ആവശ്യകതയെ പറ്റിയുമൊക്കെയുള്ള പുസ്തകങ്ങളിലും പഠനങ്ങളും വരുന്നുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുതിയ പഠനങ്ങൾ വരികയും സിലബസുകളിലൊക്കെ നമുക്കറിയാം. ഇപ്പോൾ NEP പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നതോടുകൂടി തന്നെ സെൽഫ് ഫിനാൻസിങ് ഓട്ടോണമസ് കോളേജുകൾക്കൊക്കെ ധാരാളം സാധ്യതകൾ ഉള്ള സ്ഥിതിക്ക് തന്നെ നമുക്കും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുകയും
അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, പുതിയ 4 ഇയർ UG പ്രോഗ്രാമിൽ ഒരു അധ്യാപകന് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്ക് സ്വന്തം പഠിപ്പിക്കാമെന്നുണ്ട്. ഇങ്ങനെ അതിനൊക്കെ പ്രത്യേകമായ സിലബസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തിയാൽ കുറേയൊക്കെ ഈ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗീയത മാറിക്കൊണ്ട് ഹിന്ദു മുസ്ലിം യൂണിറ്റിയും അതോടൊപ്പം അതിൻ്റെ ചരിത്രവും ഒക്കെ പറയുന്ന രീതിയിലേക്കുള്ള പഠനങ്ങൾ അത്യാവശ്യമാണ്. ഇത്തരം പഠനങ്ങളിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ NCERT ടെക്സ്റ്റ് ബുക്കുകളിലെ ഇത്തരം പഠനങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള സാഫ്രണൈസേഷൻ വരുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ, വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത് ഒരു നല്ല സ്പേസ് ലഭിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.